ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതിവിടെ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് തന്നെ ആ മസാലയെല്ലാം ഒന്ന് പിടിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. നമുക്ക് എത്ര സ്നാക്സാണ് ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 2 ബ്രെഡ് എടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ റൗണ്ട് ഷേപ്പിന് ഇട്ടാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. 2 ബ്രെഡും ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്കി പോർഷൻ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഒരു ബ്രെഡിനെ നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ചെറിയ കുക്കി കട്ടർ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ കുക്കി കട്ടർ ഇല്ലെങ്കിൽ ഒരു ചെറിയ ബോട്ടിലിൻ്റെ അടപ്പ് എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൽ നമുക്ക് ആദ്യം ഒന്ന് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ടൊമാറ്റോ സോസ് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസ് വെച്ച് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെൻറ്ററിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മസാലയാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 3 എണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. ബട്ടർ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഒറിഗാനോയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം.
ചീസൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 3 എണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.